അപ്പോൾ നമ്മളിന്ന് 8ാമത്തെ നോമ്പിൻ്റെ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വലിയൊരു ട്വിസ്റ്റോട് കൂടിയുള്ളൊരു കഥയാണ്, വലിയ കോമഡിയായ കഥയാണ്. അപ്പോൾ ഞങ്ങൾ കോളേജ് ഉണ്ടായിരുന്നു ഈവനിങ് വരെ. അതായത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറി 5-10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട അപ്പാർട്ട്മെൻറ്റിൽ എത്തിയത് 1 മണിക്കൂർ എടുത്തിരുന്നു. കാരണം ഞങ്ങൾ റൂട്ട് അറിയാത്ത ഏതോ ഒരു ബസ്സിലൊരു കൗതുകം കാരണം ഓടിച്ചെന്ന് കയറിയതാണ്. നമുക്ക് ടൈമും ഇല്ലായിരുന്നു. അങ്ങനെ കയറിയതിന് ശേഷമാണ് മനസ്സിലായത് ഇത് വേറെ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങളത് പോയി. അത് ഫുൾ പട്ടിക്കാടും എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ വഴികളായിരുന്നു. ഫുള്ള് വില്ലേജ് സൈഡ് കണക്കായിരുന്നു. റേഞ്ചും ഇല്ല. അങ്ങനെ ഞങ്ങൾ എവിടെയോ ഇറങ്ങി. പിന്നെ മാപ്പൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി അടുത്ത നമുക്ക് അറിയാവുന്ന ബസ് കയറി. അങ്ങനെ ആ ബസ്സിലിരുന്നാണ് ഞങ്ങൾ നോമ്പ് മുറിച്ചത്. ഞാനും പാത്തും പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് വെച്ചിരുന്നു. അങ്ങനെ ആ ബസ്സിലിരുന്ന് 2ാമത്തെ ബസ്സിലിരുന്ന് നമ്മൾ നോമ്പ് മുറിച്ചു. അതിന് അഫ്സു അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ അഫ്സുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയി ബജ്ജിയും ചായയും കഴിച്ച് അതിന് ശേഷം പാത്തുവിന് ചിക്കൻ ലിവർ വേണമെന്ന് ഞങ്ങൾ വന്ന് ചിക്കൻ ലിവറൊക്കെ വാങ്ങിച്ചു. ഇവിടെ ചിക്കൻ ലിവറിന് ഇച്ചിരി റേറ്റേ ഉള്ളൂ. മീൻസ് നാട്ടിലൊരു 80 രൂപയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഇവിടെ ആരോ സോയാബീൻ കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എക്കോ ബസ്സുകാർ സോയാബീൻ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. അവിടെ ഉള്ളവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ ഫുൾ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇവിടെ ഫുള്ളും ഗോട്ടായിരുന്നു, മീൻസ് ആടിൻ്റെ സാധനങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പം കുതിരയുടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ, വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ മീൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ ഉള്ളവർ കൂട്ടുന്ന മീനാണ് ഇതൊക്കെ. നമ്മളിതൊന്നും കൂട്ടത്തില്ല. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെ മീൻ കറികൾ മാത്രമേ കൂട്ടാറുള്ളൂ. മീൻസ് എൻ്റെ ഉമ്മി വെക്കുന്നതാണ് ഞാൻ അധികം കൂട്ടാറ്. ചിലവരൊന്നും വെക്കുന്ന മീൻ കറി എനിക്ക് അധികം പിടിക്കത്തില്ല. മീൻസ് ചില മീൻ കറികളൊന്നും എനിക്ക് അധികം പിടിക്കാറില്ല. പിന്നെ എൻ്റെ ഉമ്മയുടെ സിസ്റ്ററും ഉമ്മയുടെ ഉമ്മായും വെക്കുന്ന മീൻ കറി ഞാൻ കൂട്ടും. പിന്നെ നമ്മൾ മുട്ട സൈഡിലോട്ട് പോയപ്പോൾ ഒരു മുട്ട നമ്മൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഒരാൾ അങ്ങോട്ട് വിളിച്ച്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു സെലിബ്രിറ്റിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 2.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു സെലിബ്രിറ്റിയെ കണ്ടു. അങ്ങനെ നമ്മൾ ഇന്ത്യൻസാണ്. നമ്മളടുത്ത് കുറേ സംസാരിച്ച് നമുക്ക് 4 പേർക്ക് ഒരേ പൂവൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ആക്കി നമ്മളടുത്ത് കുറേ സംസാരിച്ച്. പക്ഷേ നമ്മൾ ആ സെലിബ്രിറ്റി ഇംഗ്ലീഷും അറിയത്തില്ലായിരുന്നു, നമുക്ക് ഉസ്ബക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് 4 പേർക്ക് ഓരോ പൂവൊക്കെ തന്നു. പിന്നെ അതിൻ്റെ ഷോ ഓഫായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോയപ്പോൾ സ്നാക്സ് കട കണ്ടത്, മീൻസ് സ്നാക്കിൻ്റെ ഇത് കണ്ടത്, ഏരിയ കണ്ടത്. പിന്നെ ഇവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് 2-3 ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിച്ചു. ഇവിടെ നമുക്ക് കപ്പലിന് മുട്ടായി, എള്ളു മുട്ടായൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ഈ പൂ വെച്ചുള്ള ഷോ ഓഫായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് പൊട്ടറ്റോ വാങ്ങിക്കാൻ ഇവിടെ വന്നു. ഇതാണ് മറ്റേ അങ്കിൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഫ്രീക്ക് തരുന്നത്. അന്ന് നാരങ്ങയൊക്കെ ഫ്രീക്ക് ഞങ്ങളാണ്. അപ്പോൾ പൊട്ടറ്റോ വാങ്ങിച്ചപ്പോഴത്തേക്കും നമുക്ക് 2 കുക്കുംബറൊക്കെ തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.